നമ്മളങ്ങനെ കറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ലയൺ പോയിൻ്റ്. ഭയങ്കര ഒരു രസമായിട്ട് ഉള്ള ഏരിയയാണ്. മുംബൈയിൽ നിന്ന് ഏകദേശം 150ഓളം കിലോമീറ്റർ അകലെയാണ് സാധനം. ഒരു 1.5 വ്യൂ പോയിൻ്റാണ്. അതിപ്പോൾ എങ്ങനെ നിങ്ങളെ കാണിക്കണം എന്നുള്ള ആശങ്കയിലാണ് ഇപ്പം ഞാൻ. പക്ഷേ അപ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കും എന്നുള്ള ആശങ്ക നമ്മളിവിടെ തീർക്കും. How is it? നൈസ് അല്ലേ? സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. ഇപ്പം വീണനെ അങ്ങനെ വീഴുമോ? വീഴില്ല. ക്യാമറ കൈ കൊണ്ടൊന്ന് പിടിച്ചോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറയും പോകും, ക്യാമറമാനും പോകും. നൈസ് അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഉണ്ട് പറയാനായിട്ട്. ഒരു മിനിറ്റ്, ആദ്യം നമുക്ക് ഇതൊക്കെ ബ്യൂട്ടി ഒന്ന് കാണാം ഡീറ്റെയിൽ ആയിട്ട്. താഴെ ആ ഒരു ടൗൺഷിപ്പിൻ്റെ അപ്പുറത്തുനിന്ന് കാണുമ്പോഴുള്ളൊരു ബ്യൂട്ടിയാണത്. നമ്മളെ കുറച്ച് ക്ലോസ് ഷോട്ടിൽ കാണുമ്പോഴുള്ള ഫീല്. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. ഇനി ഫ്രെയിം ബ്യൂട്ടീസ് വേണം. വേണ്ട, ഇത് ഫ്രെയിം ബ്യൂട്ടി എവിടെ തിരിച്ചു വെച്ചാലും ബ്യൂട്ടിയാണ്. എനിക്ക് എന്നൊന്ന് ഫ്രെയിം ബ്യൂട്ടി എന്ന് പറയാൻ അല്ലേ? ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ പുറയിൽ കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ചുറ്റും കാരണം ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. ചുറ്റും കടകളും പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഒരു വല്ലാത്ത മനോഹരമായ അന്തരീക്ഷമാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേറൊരു ആംഗിളിൽ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആംഗിൾ കാണിച്ച് കൊക്കെ കളി. ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു കമ്പിവേലി കാണിച്ചില്ലേ, ആ കമ്പിവേലിയുടെ അപ്പുറത്ത് കുറേ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കയറി നിൽക്കണേ. അപ്പോൾ താഴേക്ക് നോക്കാം നമുക്ക്. അഗാധ ഗർത്തമാണ് അല്ലേ? ഇവിടെ ഇത് കണ്ടല്ലേ, ഈ ഒരു തരം പുല്ല് കണ്ടോ, ഒരു മഞ്ഞ കളറുള്ള പുല്ല് കണ്ടോ? ഈ പുല്ല് പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്.
കണ്ടോ അതിൻ്റെ ഒരു ഭീകരത കണ്ടോ, മലയുടെ ഒരു ഭീകരത കണ്ടോ, അതാണ് അതിൻ്റെ മനോഹാരിത ശരിക്കും പറഞ്ഞാൽ അല്ലേ. ഇതിൽ ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ. താഴെ കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ആ ഒരു വരമ്പൊക്കെ കെട്ടിയിട്ടേക്കണാണിപ്പോൾ. വില്ലേജ് ഏരിയകൾ എന്തൊക്കെയുണ്ട് അവിടെ, അകലത്തിലേക്ക് വില്ലേജോ എന്തോ നദി ഒഴുകുന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ആ അറ്റത്തേക്ക് കണ്ടോ അവിടെ ഒരു മഞ്ഞ് മൂടിയ അന്തരീക്ഷം, സൂര്യൻ്റെ ഒരു മേഘത്തിൻ്റെ ഒരു ഭംഗിയാണ് ചേട്ടേ. എന്താ നല്ല നൈസല്ലേ, മേഘത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ ഒളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഉച്ച സമയം 12 മണി ആയിട്ടുണ്ടാവും, അതിൻ്റെയാണ് അത്. പക്ഷേ നമ്മൾ ചൂടൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ചെറിയ തണുപ്പുള്ള ഏരിയയാണ്. അതിഭീകര തണുപ്പല്ല, നല്ല രസമുള്ളൊരു തണുപ്പ്. ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല തണുപ്പാവുമായിരിക്കും. അവിടെ ഒരു തടാകം ഉണ്ടേ, അത് കണ്ടായിരുന്നോ? തടാകമാണത്, ആ മലയിടുക്കളുടെ ഇടയിൽ. അതിൻ്റെ അപ്പുറത്താണ് സിറ്റി. ഇതിലെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഒരു ഭംഗിയുള്ള നല്ല ലാൻഡ്സ്കേപ്പ്. ആ ലാൻഡ്സ്കേപ്പിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്യൂട്ടി അത് വേറൊരു ആംഗിളാണ്. കണ്ടോ, അങ്ങനെ ആംഗിൾ അങ്ങനെ വളർന്ന് നമ്മുടെ ഇപ്പുറത്തെ മലയുടെ തുഞ്ചിലേക്ക് കയറും. അതാണ് ആ ഭംഗിയുടെ പ്രത്യേകത. പിന്നെ അവിടെ നിന്ന് ഊഞ്ചലാടി താഴേക്ക് വന്നാൽ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറും. ഇത് വേറെ ആംഗിൾ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന സാധനമുണ്ട്, ഇതേ കണ്ടോ, നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല എങ്കിലും നമ്മളൊരാഗ്രഹം കൊണ്ട് പറയാം, നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മലമുകൾ. ഭയങ്കര രസമായിരിക്കും അവിടെ. ഇതിൻ്റെ മുകളിൽ ഒരാളെ കയറ്റി നിർത്തിയിട്ട് ഒരു ഷാരൂഖ് ഖാനൊക്കെ ഇങ്ങനെ കൈ വിരിച്ച് നിൽക്കില്ലേ എന്ന് പറഞ്ഞ പോലെ വിരിച്ച് നിർത്തിയിട്ട് ഒരു വെള്ള കളറിൽ ഒരു മഞ്ഞ കളർ ഷർട്ടും ഒരു നായികയ്ക്കൊരു വെള്ള കളർ പറക്കുന്ന തുണിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിക്കാൻ എങ്ങനെ ഉണ്ടാവും, പിന്നെ പറന്ന് നിൽക്കില്ല നോക്കി അതിൻ്റെ മുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഭാവന ഉണ്ട്. സോ ദിസ് ഇസ് ദ വ്യൂ പോയിന്റ് ഫ്രം ലാൻഡ്സ് പോയിന്റ്. അപ്പോൾ നമ്മൾ രസമുള്ള ഈ കാഴ്ചകൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ 2-3 പോയിന്റുകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കടക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾക്കൊരു ലാസ്റ്റ് വ്യൂ, വൈഡ് വ്യൂ കാണാൻ പറ്റും നോക്കട്ടെ. പാറപ്പുറത്തേക്ക് കയറണ കയറ്റം ഉണ്ടോ കാണണേ, വേറെ ഒന്നും വിചാരിക്കരുത്. പക്ഷേ കണ്ട എങ്ങനെ ഹായ് ബോൾ ഒക്കെ നമ്മുടെ കൂടുതൽ ആൾക്കാരുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കിടക്കുന്നു. അതിനു മുമ്പായിട്ട് ഒരു ഷോർട്ട് സൈൻ ഓഫ്.
ബായ്.